ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രമേയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് കോടതിയിൽ മുറിയിൽ വെച്ച് രാഘവൻ ഉണ്ണി അങ്ങ് ഉരുകി ഇല്ലാതെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഏകദേശം തോറ്റുപോയൊരവസ്ഥയിലാണ് രാഘവൻ ഉണ്ണി ഇന്ന് കോടതി മുറിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം ഒരു ദൃക്സാക്ഷിയായി മുരളിയെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ അഞ്ജലി കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അത് സ്വപ്നത്തിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഘവനുണ്ണി പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പോൾ ഒരു ദൃക്സാക്ഷിയും ഇല്ല. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനായിട്ട് സബ്മിറ്റ് ചെയ്യാനോ അഞ്ജലിക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തോടു കൂടി ഈ പത്മ കേസ് അവസാനിച്ചതിനെ. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഘവനുണ്ണി ഇന്ന് കോടതിയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ മുരളി കാല് മാറും എന്നൊരു സൂചനകൾ ഈ കാർത്തിക്കിനും കൂട്ടുകാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ഫോൺ വിളിക്കുമ്പോൾ ഫോണ് കിട്ടുന്നില്ല, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുരളിയെ ഹാജരാക്കിയപ്പോൾ രാഘവനുണ്ണി അങ്ങ് ഞെട്ടിപ്പോയി. കാരണം രാഘവനുണ്ണിയോട് ഈ സംഭവം ഇങ്ങനെ മുരളി മിസ്സിങ് ആണെന്നുള്ളൊരു കാര്യം ഈ കാർത്തിക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കോടതി എങ്കിൽ പോലും രാഘവനുണ്ണിക്ക് കുറച്ച് ഫേവറായി നിന്നോ എന്ന് പോലും നമുക്ക് സംശയം തോന്നി കേട്ടോ. കാരണം ഇത്രയും വലിയൊരു അന്ന് ഈ പത്മയെ പീഡിപ്പിച്ച അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുരളി വന്നിട്ടും ഈ രാഘവനുണ്ണിക്ക് ഒരു സമയം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ പറയാനുള്ളത്. അപ്പൊ ഒരു സിറ്റിംഗ് കൂടി അനുവദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനെ അഞ്ജലി എതിർക്കാനായിട്ട് നോക്കിയെങ്കിലും അത് നടന്നില്ല. കോടതി പറഞ്ഞു അവർക്ക് എന്താ പറയാനുള്ളത് നോക്കട്ടെ, അടുത്ത സിറ്റിങ്ങിൽ തീരുമാനിക്കാം. എന്താണെങ്കിലും ഈ മുരളിയുടെ മൊഴി വളരെ ശക്തമായിട്ട് തന്നെ കോടതി രേഖപ്പെടുത്തും എന്നുള്ളൊരു ഉറപ്പും നമ്മുടെ അഞ്ജലിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു സിറ്റിങ് കോടതിയിൽ വരാൻ പോകുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു ദിവസത്തോടു കൂടി എൻ്റെ ആവും എന്ന് പത്മ കേസ് തോന്നുന്നില്ല. വീണ്ടും ഒരു വിധി പറയാനുള്ള ഒരു ദിവസം കൂടി വരാനായിട്ടും ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും ഏകദേശം ഈ കേസ് തോറ്റൊരവസ്ഥയിലാണ് രാഘവനുണ്ണി ഉള്ളത് കേട്ടോ. കാരണം ഇങ്ങനൊരു ദൃക്സാക്ഷിയെ അഞ്ജലി ഹാജരാക്കുമെന്ന് പുള്ളി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി ഏകദേശം ഇപ്പം തോറ്റ മട്ട് തന്നെയാണ് ഉള്ളത്. എങ്കിലും പുള്ളി എന്തൊക്കെയോ ചെയ്തു കൂട്ടാനായിട്ട് പുള്ളി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിൽ ഒരു കൊടും ദുഷ്ടനാണ് എന്ന് നമുക്കറിയാമല്ലോ. അർജുൻ്റെ അച്ഛനൊക്കെയാണ് കാര്യം ശരി, പക്ഷെ പുള്ളി ഒരു ദുഷ്ടനാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ പുള്ളി എന്തെങ്കിലുമൊക്കെ കുറുപ്പും മറ്റേ കാർത്തിക്കൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചില സൂചനകളും നമ്മൾ ഇന്ന് പ്രൊമോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറയാം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഭവങ്ങൾ, പ്രധാനമായി ഈ ഒരു സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. എങ്കിലും വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന് പിന്നിലൂടെ നടക്കുന്നുണ്ട്. അത് എന്താണെന്നറിയാലോ, അഞ്ജലി അർജുൻ പ്രശ്നങ്ങളാണ്. അത് അഞ്ജലിയുടെ അടുത്ത് ഒരു ലെറ്റർ കൊണ്ട് അർജുൻ ചെന്നു, അത് കൊടുക്കാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. അപ്പോൾ ഈ ലെറ്റർ ഇന്ന് ആര്യയുടെ കയ്യിൽ കിട്ടും. ആര്യ കാര്യങ്ങളെല്ലാം വായിക്കും. പക്ഷേ അപ്പോഴും ആ ലെറ്ററിൽ ഒന്നും തുറന്ന് നമ്മുടെ അർജുൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അർജുൻ അതിൽ പറയുന്നത് കല്യാണം ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു മാറിയത് ഈ പത്മ കേസിൽ ഇച്ചിരി നമ്മുടെ അഞ്ജലി ഫോക്കസായി നിൽക്കട്ടെ, അതിൽ നിന്നും ഒരു മാറ്റം ഇപ്പം തൽക്കാലം വേണ്ട, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അതുകൂടാതെ തന്നെ ഫാമിലിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം വേണം. അങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ടാണ് താൻ മാറിയത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അഞ്ജലിയോട് എന്നൊക്കെ ഈ അർജുന ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ സംഭവങ്ങളെല്ലാം ആര്യ ആണ് ലെറ്ററിലൂടെ വായിക്കുന്ന. ആര്യ നമ്മുടെ അർജുനെ ഫോൺ വിളിക്കും, എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കും. അപ്പോൾ ആര്യ നമ്മുടെ അർജുന ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അഞ്ജലി തിരിച്ചു വരുമ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊള്ളാം. അപ്പോൾ അർജുൻ അല്ല രാജീവ് സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഞാൻ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. രാജീവന് എത്രത്തോളം സ്നേഹം അഞ്ജലിയോട് ഉണ്ട് എന്ന വാക്കിലൂടെ എനിക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറയും. അപ്പോൾ ആര്യ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അഞ്ജലി വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം, ഈ ലെറ്റർ കൊടുക്കാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വളരെ അധികം സന്തോഷത്തിലാണ് കേട്ടോ രാജീവ് നമ്മുടെ അർജുനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് പ്രധാനമായിട്ടും നടന്നത്. എന്താണെങ്കിലും ഇന്ന് കോടതി മുറിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ മുരളിയോട് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം നമ്മുടെ ജാഫർ സിയെയും നമ്മുടെ അഞ്ജലിക്ക്
കൊടുക്കുന്നുണ്ട്. കാരണം മുരളി പറയുന്നുണ്ട് കാർത്തിക്കും കുറുപ്പൊന്നും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ജാഫർ പുറപ്പെടുകയാണ്, ഏത് സമയത്ത് വേണമെങ്കിലും ഏത് പാതിരാത്രി വേണമെങ്കിലും എന്ത് സഹായത്തിനും എന്നെ വിളിച്ചോ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുരളിക്ക് ധൈര്യം കൊടുക്കുകയാണ്. അതുപോലെ അഞ്ജലിയും ധൈര്യം കൊടുക്കുകയാണ്, താൻ പേടിക്കാതിരിക്കുക, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ പറയുകയാണ്. എന്താണെങ്കിലും ആകെ മൊത്തം ഇതുപോലെയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഒരു പത്മ കേസിന്റെ എൻഡിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇനി ഒരു 2-3 എപ്പിസോഡ് മാക്സിമം കോടതി മുറിയിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ളു. അതോടുകൂടി ഈ പത്മ കേസിന്റെ അവസാനമാകും. അങ്ങനെ രാഘവനുണ്ണിയുടെയും അവസാനമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് എപ്പിസോഡ്. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് അഞ്ജലിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെന്ന് അർജുൻ ഇങ്ങനെ പറയുമ്പോൾ തീർത്തും അവോയ്ഡ് ചെയ്ത് കളയാണ് കേട്ടോ അർജുനെ നമ്മുടെ അഞ്ജലി. അപ്പോൾ അർജുൻ ഇങ്ങനെ പറയുന്ന വാക്കിന് ഒരു ഒട്ടും വില കൊടുക്കാതെ ആ ദേഷ്യവും സങ്കടമൊക്കെ ഉള്ളിൽ ഇങ്ങനെ അഞ്ജലിയുടെ കിടക്കുന്നതുകൊണ്ടാകും അഞ്ജലി ഒരു രീതിയിൽ മുഖം കൊടുക്കാത്ത രീതിയിൽ ബിഹേവ് ചെയ്യണം. അതുപോലെ തന്നെ അർജുനെ കുത്തി നോവിക്കാനായിട്ട് അഞ്ജലി പറയുകയാണ്, ഇന്ന് എന്നെ ഒരു പെണ്ണ് കാണാനായിട്ട് ഒരു ചെക്കനൊക്കെ വരുന്നുണ്ട്, ഉടനെ തന്നെ ഒരു മാസത്തിനകം കല്യാണം ഉണ്ടാകും കേട്ടോ എന്ന് പത്മയോട് ഇങ്ങനെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ അർജുനൊന്ന് കുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി അത് പറയുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി അത് പറയുമ്പോൾ തന്നെ അർജുന് അത് കേട്ടിട്ട് ഷോക്കഡായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ സീനാണ് നമ്മൾ പ്രൊമോയിൽ ആദ്യം കാണുന്നത് കേട്ടോ. അപ്പോൾ അർജുൻ അത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് ഒരുപാട് സങ്കടം വരും കേട്ടോ. ഇപ്പം പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അത് ശരിയാണ്, അർജുൻ അന്ന് കല്യാണം ഇപ്പം വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. എങ്കിലും എന്തുകൊണ്ടാണ് അഞ്ജലി തനിക്ക് പറയാനുള്ള ഒരു കാര്യം കേൾക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന് അർജുൻ ആലോചിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇച്ചിരി വിഷമാകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും ഇങ്ങനെയാണ് ആദ്യം സീൻ കാട്ടുന്നത്. അതിനൊപ്പം തന്നെ അഞ്ജലി പറയുന്നുണ്ട്, എനിക്ക് കല്യാണം ഉടനെ ആകും, ഒരു മാസം കല്യാണം കഴിക്കും, എന്തായാലും ആ പന്മ വേഗം പോകാനുള്ള വഴി നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാഘവനുണ്ണിയും മറ്റ് ശിങ്കിടികളെല്ലാവരും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ പന്മയ്ക്കറിയാം അർജുൻ രാഘവനുണ്ണിയുടെ മകനാണെന്നുള്ള കാര്യം, എല്ലാ സംഭവങ്ങളും നമ്മുടെ പന്മയ്ക്കറിയാം. അപ്പോൾ പന്മ വേഗം അർജുനെ കൈകെട്ടുന്നു, രാഘവനുണ്ണി വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ സമയത്ത് വേഗം അർജുൻ അവിടെ നിന്ന് ഓടിപ്പോകും കേട്ടോ. അപ്പം അർജുൻ ഓടിപ്പോകുന്ന അപ്പോൾ നമ്മുടെ അഞ്ജലി ശ്രദ്ധിക്കില്ല കേട്ടോ. അത് നമുക്ക് പ്രൊമോയിൽ മനസ്സിലാകും, അഞ്ജലി കാണില്ല. അപ്പം അഞ്ജലി തിരിഞ്ഞു നോക്കുമ്പോൾ അർജുനെ കാണത്തില്ല. അപ്പോൾ ആ സമയത്ത് ഇവരുടെ അടുത്ത് മിക്കവാറും രാഘവനുണ്ണി വരികയും അവിടെ കുറച്ച് വാക്കുകൾ കൊണ്ടൊക്കെ സീനുകൾ ഉണ്ടാവാനായിട്ട്, കുറച്ച് വെല്ലുവിളികളും ഭീഷണികളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഭീഷണിയും വെല്ലുവിളികളും ഉറപ്പായി ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അത് ഇന്ന് വന്ന പ്രൊമോയിൽ തന്നെ നമ്മളത് കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ വരുന്ന സീനിൽ അർജുനൻ ഓടിപ്പോകുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം ഉണ്ടാകുന്ന സീൻ ശരിക്കും നമുക്കൊരു ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ അഞ്ജലി ഒരുത്തനായിട്ടൊരു ഏറ്റുമുട്ടുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എന്താ സംഭവം എന്ന് ഒട്ടൊന്നും മനസ്സിലായില്ല കേട്ടോ. അയാളുടെ മുഖം കണ്ടിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല ആരാണ്. ഒരു പക്ഷേ ഈ പന്മ കേസ് ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇത് എൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് പന്മയെ കൊല്ലാനും അഞ്ജലിയെ കൊല്ലാനൊക്കെ മിക്കവാറും കുറുപ്പ് നോക്കാതെ ഇരിക്കില്ല. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവവും അഞ്ജലിയെ കൊല്ലാനായിട്ട് എന്തെങ്കിലും ശ്രമിക്കുക, അപ്പോൾ അതിനെ അഞ്ജലി നേരിടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ആയിരിക്കും. എന്താണെങ്കിലും ഒരു വ്യക്തത കിട്ടിയില്ല. എന്താണെങ്കിലും അഞ്ജലിക്ക് അയാളെ നേരിടാൻ പറ്റുന്നുണ്ട്, കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് മാത്രമാണ് നമുക്ക് ആശ്വാസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. എന്താണെങ്കിലും ഇത്രയൊക്കെ പ്രൊമോ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.